എൻ്റെ ചങ്ങാതിമാരെ രാവിലെ ഓഫീസിൽ പോകാനുള്ള തിരക്കും അതുപോലെ തന്നെ പിള്ളേരെ സ്കൂളിലേക്ക് വിടാനുള്ള തിരക്ക് സമയത്ത് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ച് വെയിറ്റുള്ള കയറി റെസിപ്പിയാണ് 5 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല കിടുക്കം വെയിറ്റുള്ള കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായ പുട്ടിൻ്റെ കൂടെയോ ഉപ്മാവിൻ്റെ കൂടെയോ ഞാപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ അങ്ങനെ കഴിക്കാൻ പറ്റുന്ന കിടുക്കം വെയിറ്റുള്ള കയറി ആദ്യം തന്നെ ഇതുപോലെ തന്നെ പൊട്ടറ്റോയും ക്യാരറ്റും വെള്ളം ഉപയോഗിച്ചൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കുക എൻ്റെ ചങ്ങാതിമാരെ കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ചാനലായ ഷെഫ് നിബുദ് ആൽക്കമിസ്റ്റ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റുകൾ വാരി വിതറാനും അതുപോലെ പ്രത്യേകിച്ച് കൂട്ടുകാരന്മാർക്ക് ഷെയർ കൊടുക്കാനും മറക്കില്ല കേട്ടോ. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ ചങ്ങാതിമാർ എളുപ്പത്തിലല്ലേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല കിടുക്കാച്ചി റെസിപ്പി അപ്പോൾ ഉണ്ടാക്കി ഇങ്ങ് താർത്ത് പൊളിച്ചെടുക്കുക. എന്നിട്ട് ഇതേ ഇതുപോലെ നല്ല ക്യാരറ്റും ആ പൊട്ടറ്റോയൊക്കെ ആ പീലർ വെച്ചെങ്കിൽ നല്ലോണം അങ്ങ് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ നല്ല കിടുക്കാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട്. ബീഫ് ചിക്കനൊക്കെ ഏറമീൻ ഇതൊക്കെ വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ആ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ എവിടെ വേണമെങ്കിൽ കുറേ അയച്ചാൽ ഇനി ഏറ്റുമാനൂർ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് മേടിക്കാം കേട്ടോ. വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. എന്തൊക്കെ സാധനം ഉണ്ടെന്ന് നമ്മൾ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. എന്നിട്ട് ഇതേ നേരെ ആ ക്യാരറ്റും പൊട്ടറ്റയും ഇതേ ഇതുപോലെ ഗുണാന്നങ്ങ് അരിഞ്ഞു കൂട്ടുക. അവനങ്ങ് അരിഞ്ഞു കൂട്ടിയിട്ട് നമ്മുടെ കലാപരിപാടി അതേ തീ പിടിപ്പിക്കുക. തീ പിടിപ്പിച്ച ശേഷം ഇതേ ഉരുളി ചൂടാക്കാൻ വെക്കുക. ഉരുളി ചൂടാക്കിയ ശേഷം ഇതേ അതിലേക്ക് ഇതേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കുക. ഇനി സാധാ എണ്ണയായാലും ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇതേ ഇഞ്ചി കുനുകുനാന്നരിഞ്ഞ് ഇഞ്ചി ഇതേ ഇതുപോലെ ഇട്ടെടുത്ത ശേഷം സ്ലോ മോഷനിൽ അവനെ എങ്ങനെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. അവൻ ഏകദേശം ഒരു പരുവായി വരുമ്പോഴേ സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനം എടുത്തൊരു മറിക്കുക. മറിച്ച ശേഷം അവനെ ഇതിനകത്തിട്ട് ഇങ്ങനെ അങ്ങ് വാട്ടിയെടുക്കുക. ഇവനെല്ലാം ഒന്ന് വാട്ടി ഇങ്ങ് എടുത്താൽ മതി കേട്ടോ. റോസ്റ്റ് ചെയ്യേണ്ട, ഓവറായിട്ട് കളറാക്കൊന്നും വേണ്ട. ഇവൻ ഏകദേശം ദേ ഒരു പരുവത്തിനും രൂപത്തിലൊക്കെ ആയിട്ട് ഒന്ന് ദേ ഈ ഒരു പരുവത്തിനും രൂപത്തിലൊക്കെ ആക്കി ഇങ്ങ് എടുക്കുക. അവന് ഏകദേശം ഈ ഒരു പരുവത്തിന് രൂപത്തിലായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഇതേ പച്ചമുളക് ഇട്ട് കൊടുക്കുക. 2ആയി കീറിയ 3ആയി കീറിയ ഏതായാലും ഒരു കുഴപ്പമില്ല, എടുത്തിട്ട് മറിക്കുക. അവനെയും ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അവന് ഏകദേശം മൂത്തൊരു പരുവായി വരുമ്പോഴേക്ക് ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടിയും ദേ ഇതിലിട്ട് ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. കുറച്ച് വെച്ചിട്ട് ശേഷം അവനെ ദേ ഈ ഒരു പരുവാക്കിയ ശേഷം അടുത്തത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പൊട്ടറ്റോ എടുത്തൊരു മറിക്കുക. മറിച്ച ശേഷം ഉപ്പും കൂടെ വാരി വിതറിയ ശേഷം ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഏകദേശം മസാലയൊക്കെ ഒന്ന് ക്യാരറ്റിലും പൊട്ടറ്റോയിലൊക്കെ നല്ലൊന്ന് പിടിച്ചത് ഈ ഒരു പരുവായി വരുമ്പോഴേക്കും ഇനി അടുത്ത കലാപരിപാടിയാണ് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം ഈ പൊട്ടറ്റോയും ക്യാരറ്റും ആ സബോളയും പച്ചമുളകും ഒക്കെ ഈ വെള്ളത്തിനകത്ത് കിടന്നൊന്ന് വേവാൻ വേണ്ടി കേട്ടോ. അതിന് വേണ്ടിയുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക. ഈ കലാപരിപാടി നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിൻ്റെ അകത്തായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രഷർ കുക്കറിലാകുമ്പോൾ എനിക്ക് ഒന്ന് 2 വിസിലടിച്ചാൽ മതിയാവും. ഇനിയും ഇതുപോലെയുള്ള പാത്രത്തിലിട്ട് ഇതുപോലെ അങ്ങ് തിളയ്ക്കാൻ വെക്കുക. തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇവനെങ്ങ് ഇതുപോലൊരു അടപ്പ് വെച്ച് മൂടി വെക്കുക. എന്നാലേ ഇവനൊന്ന് വെന്ത് കിട്ടുള്ളൂ. അതിന് വേണേൽ മൂടി വെക്കുക. ആ സമയത്ത് ഇതുപോലെ മിക്സി ജാർ എടുക്കുക. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ട ശേഷം ഇതിലേക്ക് ലേശം ജീരകം ഇട്ട് കൊടുക്കുക. ലേശം ജീരകം ഇട്ട ശേഷം വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അതെടുത്തിടുക. ചോപ്പ് ചെയ്തല്ലെങ്കിൽ 2 അല്ലി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് മാത്രം ഒന്ന് വെള്ളം ഒഴിച്ച് ഇതുപോലെ കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക. എന്ന ശേഷം ഇവനൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഏകദേശം ഇവനൊന്ന് വെന്തൊരു പരുവായിട്ട് വരുമ്പോൾ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ബോയിൽഡ് ഗ്രീൻ പീസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പീസും കൂടെ ഇട്ട ശേഷം മിക്സ് ചെയ്ത ശേഷം നമ്മുടെ അരപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അരപ്പിട്ട ശേഷം ആ മിക്സ് ചെയ്യാറിലേക്ക് ലേശം വെള്ളം കൂടെ ഒഴിച്ച ശേഷം ഇതെല്ലാം കൂടെ അങ്ങ് കലക്കി കൂട്ടുക. ഈ കലക്കി കൂട്ടുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ എൻ്റെ ചങ്ങാതി വരുന്നത് കേട്ടോ. സംഭവം കിട്ടുക്കം വെയിറ്റുള്ള കറി കേട്ടോ. ഇനി ലാസ്റ്റ് ഒരു ഫിനിഷിങ് പോയിൻ്റാണ്. ഇതുപോലൊരു നോൺസ്റ്റിക് പാൻ എടുക്കുക. അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ച ശേഷം ഇതിലിട്ട് കടുക് അങ്ങ് പൊട്ടിക്കുക. കടുക് അങ്ങ് പൊട്ടി വരുമ്പോഴേക്ക് ചെറുള്ളി ഇതുപോലെ ഇട്ടങ്ങ് മൂപ്പിക്കുക. ചെറുള്ളി ഇതുപോലെ മൂപ്പിച്ച് വരുമ്പോൾ വത്തലമുളക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ 2ആയി 3ആയി കീറിയ വത്തലമുളകും കരിവേപ്പിലയും കൂടെ ഇട്ട് അവനെയും ഒന്ന് മൂപ്പിച്ചെടുക്കുക. അവന് ഏകദേശം ഒരു പരുവായി വരുമ്പോഴേക്ക് ലേശം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട ശേഷം ഇവനൊന്ന് ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്ത ശേഷം ഇത് നേരെ എടുത്ത് നമ്മുടെ ഈ കറിയിലേക്ക് എടുത്തിട്ട് മറിക്കുക. ഇതുപോലൊരു മറിക്കുക. അപ്പോൾ സംഭവം വേറെ ലെവലിലേക്ക് വരും. എന്നിട്ട് നിങ്ങളത് സ്മെല്ല് ചെയ്ത് നോക്കുക. സംഭവം കിട്ടുക്കാൻ സാധനം കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ ആയാലും രാവിലെ അപ്പത്തിൻ്റെ കൂടെ ആയാലും ഇനി ഇഡ്ഡലി ആയാലും പുട്ടായാലും ഉപ്മാവായാലും ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി റെസിപ്പി കേട്ടോ. ഈ സാധനം മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കരുത് എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് ഇതുപോലെ നല്ല ചൂട് അപ്പത്തിൻ്റെ സൈഡിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് ആ കറി അങ്ങ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഹോട്ടലായ ചാണ്ടീസ് വിൻഡി ഹോട്ടലിൽ ഇന്ന് ഗസ്റ്റായിട്ട് വന്ന റോക്കി ബായ് ഇല്ലേ, നമ്മുടെ ബിഗ് ബോസിലെ റോക്കി ബായ്, പിന്നെ അനുമയുടെ അവർക്കങ്ങ് കൊടുത്തങ്ങ് പൊളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അവർ കഴിച്ചിട്ട് അഭിപ്രായ എക്സ്പ്രഷനൊക്കെ കണ്ട് താർക്കുന്ന കണ്ടില്ല. അപ്പോൾ ഒന്ന്